ഹലോ ട്രെയിനീസ്, ഇന്ന് നമ്മൾ പോർട്ടബിൾ ഇലക്ട്രിക് ഡ്രില്ലിംഗ് മെഷീൻസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഈ സെഷൻ കഴിഞ്ഞാൽ നിങ്ങൾ പോർട്ടബിൾ ഇലക്ട്രിക് ഡ്രില്ലിംഗ് മെഷീൻസ് ഉപയോഗിക്കാൻ അറിയും. ലെറ്റ്സ് സ്റ്റാർട്ട്. ഹോം വർക്ക്ഷോപ്പിനായി സാധാരണ തിരഞ്ഞെടുത്ത ആദ്യത്തെ പവർ ടൂളാണ് പോർട്ടബിൾ ഇലക്ട്രിക് ഡ്രിൽ. ഇത് ഫ്രീ ഹാൻഡായി ഉപയോഗിക്കാം, അല്ലെങ്കിൽ കൃത്യമായ ലംബ ഡ്രില്ലിങ്ങിനായി ഒരു ഡ്രിൽ സ്റ്റാൻഡിൽ ഉറപ്പിക്കാം, അല്ലെങ്കിൽ ചെറിയ ബെഞ്ച് മെഷീന്റെ പവർ സ്രോതസ്സായും ഇത് ഉപയോഗിക്കാം. ശരിയായ വേഗതയും കൂടുതൽ ചൂടാകാതെ ശരിയായി പ്രവർത്തിക്കാനുള്ള ശക്തിയും നിലനിർത്തിക്കൊണ്ടുതന്നെ അവയുടെ മോട്ടോറുകൾ വൈദ്യുത ശക്തിയെ മെക്കാനിക്കൽ പവറാക്കി മാറ്റുന്നതിനെ അടിസ്ഥാനമാക്കി ഡ്രില്ലുകളെ 2 ഗ്രൂപ്പുകളായി തിരിക്കാം. ലളിതമായി പറഞ്ഞാൽ, വലിയ അഭ്യാസങ്ങൾക്ക് സാധാരണയായി കൂടുതൽ ശക്തിയുണ്ട്. ഇത് ദീർഘനാളത്തേക്ക് ഭാരം കുറഞ്ഞ ജോലികൾ കൈകാര്യം ചെയ്യാനും അറ്റാച്ച്മെന്റുകൾ കൂടുതൽ ഫലപ്രദമായി പ്രവർത്തിക്കാനും അനുവദിക്കുന്നു. ലൈറ്റ് ഡ്യൂട്ടി ഇലക്ട്രിക് ഹാൻഡ് ഡ്രിൽ. ഇവ വിവിധ രൂപങ്ങളിൽ ലഭ്യമാണ്. ഇലക്ട്രിക് ഹാൻഡ് ഡ്രില്ലിൽ ഡ്രിൽ ഓടിക്കാൻ ഒരു ചെറിയ ഇലക്ട്രിക്കൽ മോട്ടറുണ്ട്. സ്പിൻഡിലിന്റെ അറ്റത്ത് ഒരു ഡ്രിൽ ചക്ക് ഘടിപ്പിച്ചിരിക്കുന്നു. അത് ഡ്രില്ലിലേക്ക് ഡ്രിൽ ബിറ്റുകൾ ഘടിപ്പിക്കാൻ നിങ്ങളെ സഹായിക്കും. ഡ്രില്ലർ പിടിക്കാൻ ഒരു ഹാൻഡിലും ഡ്രിൽ ഉപയോഗിക്കുന്നതിന് ട്രിഗർ സ്വിച്ചുമുണ്ട്. ലൈറ്റ് ഡ്യൂട്ടിക്കായി ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ഹാൻഡ് ഡ്രില്ലുകൾക്ക് സാധാരണയായി ഒറ്റ വേഗതയുണ്ടായിരിക്കും. ഹെവി ഡ്യൂട്ടി ഇലക്ട്രിക് ഹാൻഡ് ഡ്രിൽ. ഈ ഡ്രില്ലിന് ഒരു അധിക സവിശേഷതയുണ്ട്. അതിലൂടെ ഗിയറുകളുടെ ഒരു സംവിധാനത്തിലൂടെ ഡ്രില്ലിന്റെ വേഗത വ്യത്യാസപ്പെടാം. വലിയ അളവിലുള്ള ടോർക്ക് ആവശ്യമുള്ള വലിയ വ്യാസമുള്ള ദ്വാരങ്ങൾ തുരക്കുന്നതിന് ഇത് പ്രത്യേകിച്ചും ഉപയോഗപ്രദമാണ്. പാലിക്കേണ്ട മുൻകരുതലുകൾ: ക്രമീകരണങ്ങൾ നടത്തുന്നതിന് സ്വിച്ച് ഓഫ് ചെയ്ത് പ്ലഗ് പവറിൽ നിന്നും നീക്കം ചെയ്യുക. 3-കോർ ഫ്ലെക്സിബിൾ ലീഡുകളും 3-പിൻ പ്ലഗുകളും ഉപയോഗിക്കുക. വളരെ അപകടകരമായ കറണ്ട് ചോർച്ചയ്ക്കും കാരണമായേക്കാവുന്ന പൊട്ടിയതോ കേടായതോ ആയ പ്ലഗുകൾ ഉപയോഗിക്കരുത്. ഇനി നമുക്ക് പോർട്ടബിൾ ഡ്രില്ലിംഗ് മെഷീൻ സജ്ജമാക്കാം. ഡ്രില്ലിംഗ്. നിങ്ങൾ തുളയ്ക്കാൻ ആഗ്രഹിക്കുന്ന ദ്വാരത്തിന്റെ വലിപ്പത്തിനനുസരിച്ച് ഒരു ഡ്രിൽ ബിറ്റ് തിരഞ്ഞെടുക്കുക. ജോകൾ തുറക്കുന്നതിനായി ചക്ക് ഹോളിലേക്ക് താക്കോലിട്ട് ഘടികാര ദിശയിലേക്ക് തിരിക്കുക. ജോകൾ ടൈറ്റ് ചെയ്യുന്നതിനായി കീ ഹാൻഡിൽ ക്ലോക്ക് വൈസായി തിരിക്കുക. ജോയിൽ അടയാളപ്പെടുത്തിയ പോയിന്റിൽ ഡ്രിൽ ബിറ്റ് സ്ഥാപിക്കുക. ഡ്രില്ലിംഗ് മെഷീൻ തടിയിലേക്ക് ലംബമായി പിടിക്കുക. മെഷീൻ ഓണാക്കി തടിയുടെ അടയാളപ്പെടുത്തിയ പോയിന്റിൽ ഒരു ദ്വാരം തുറക്കുക. പൂർണ്ണ ആഴം ലഭിക്കുന്നതിന് ഡ്രില്ലിംഗ് സമയത്ത് മർദ്ദം തുല്യമായി നൽകുക. ഡ്രിൽ ഉപയോഗിക്കുമ്പോൾ ഹോൾഡിംഗ് റൂൾ ഉപയോഗിച്ച് തടി കഷ്ണത്തിന്റെ വലിപ്പം പരിശോധിക്കുക. നീളവും വീതിയും ഉയരവും 250 mm × 45 mm × 25 mm ആണെന്ന് ഉറപ്പാക്കുക. അത് അടയാളപ്പെടുത്തുക. ട്രൈ സ്ക്വയർ, ഫോൾഡിംഗ് റൂൾ എന്നിവ ഉപയോഗിച്ച് കാണിച്ചിരിക്കുന്നതുപോലെ ദ്വാരത്തിനുള്ള കേന്ദ്രങ്ങൾ കണ്ടെത്തുക. ഒരു നേരിയ ചുറ്റിക ഉപയോഗിച്ച് സൗമ്യമായി ടാപ്പു ചെയ്ത് സ്ഥിതി ചെയ്യുന്ന ഡ്രിൽ സെന്ററുകളെ മധ്യഭാഗത്ത് പഞ്ച് ചെയ്യുക. ഒരു ബെഞ്ച് വൈസിൽ മരം മൗണ്ട് ചെയ്യുക. ഡ്രിൽ ബിറ്റ് തിരഞ്ഞെടുത്ത് ചക്ക് കീ ഉപയോഗിച്ച് ഡ്രിൽ ചക്കിൽ ശരിയാക്കുക. ഡ്രില്ലിന്റെ പഞ്ച്ഡ് മാർക്കിൽ ഡ്രിൽ ബിറ്റ് സ്ഥാപിക്കുക. അങ്ങനെ ഡ്രിൽ ലംബമാണ്. ദ്വാരത്തിലൂടെ തുളയ്ക്കുക. പൂർണ്ണ ആഴം ലഭിക്കുന്നതിന് ഡ്രില്ലിംഗ് സമയത്ത് മർദ്ദം തുല്യമായി നൽകുക. സമാനമായി മറ്റു ദ്വാരങ്ങൾ തുരത്താൻ ഇതേ പ്രക്രിയ ആവർത്തിക്കുക. മുൻകരുതൽ: ഡ്രിൽ അല്ലെങ്കിൽ ബിറ്റ് ചക്കിൽ ഉറപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ചക്ക് കീ നീക്കം ചെയ്യുക. ഡ്രില്ലിംഗ് തുടങ്ങുന്നതിന് മുൻപ് മോട്ടോർ പരമാവധി വേഗതയിലാണെന്ന് ഉറപ്പാക്കുക. റീക്യാപ്പ്. ഇലക്ട്രിക് ഹാൻഡ് ഡ്രിൽസ് ലൈറ്റ്, ഹെവി ഡ്യൂട്ടി ടൈപ്സിലാണ് അറിയപ്പെടുന്നത്. ഇവ സ്പീഡും ടോർക്കും കാരണമാണ് വ്യത്യസ്തമായി ആകുന്നത്. നമ്മൾ ഡ്രിൽ ചേഞ്ച് ചെയ്യാൻ കീ എങ്ങനെയാണ് ചങ്കിനകത്ത് ഇൻസേർട്ട് ചെയ്യുന്നത്, അതിനെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്ത് തുറക്കാനും ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യുവാനുമാണ് കണ്ടത്. പിന്നീട് നമ്മൾ ഡ്രില്ലിംഗ് പ്രോസസ്സ് സുരക്ഷിതത്വം പാലിച്ച് ഉപയോഗിക്കാൻ പഠിച്ചു. ഈ വീഡിയോയിൽ കാണിച്ചതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.